വൈദ്യരെ എനിക്കൊരു വയറുവേദന. ഇന്നെന്താ കഴിച്ചത്? ഏതോ ഒരു പഴം തിന്നു. അതിൻ്റെ വേദനയാണെന്ന് സംശയമുണ്ട്. ഭാഗ്യത്തിന് ഏതോ ഒരു പഴം ഞാൻ തിന്നില്ല. ഏത് പഴം? മൂക്കൻ കുന്നിന് തെക്കേ ചരുവിലെ മരത്തിലുണ്ടായ പഴമാ. ഒയ്യോ, പഴത്തിന് നീല നിറമാണോ? അതെ, എന്താ വൈദ്യരെ? അത് വിഷപ്പഴമാ. അപൂർവമായി മാത്രമേ ആ മരത്തിൽ പഴമുണ്ടാകാറുള്ളൂ. അയ്യോ, കുഴപ്പമായോ? താൻ ഇതിലെ വേഗം തന്നെ കറക്റ്റ് സമയത്ത് വന്നത് കൊണ്ട് ഇനി പേടിക്കാനില്ല. ഓ, ഇനി പേടിക്കണമെങ്കിൽ പഴം തിന്നണമല്ലേ? ആ പഴം തിന്നാൽ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ആരും ജീവിക്കും. എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാ. കണ്ടവരോടൊക്കെ പറയാം. പഴം കണ്ടവരാണോ എന്ന് എങ്ങനെ അറിയും? പഴം കണ്ടവരോടല്ല, നമ്മൾ കണ്ടവരോട്. ചേട്ടാ, മൂക്കൻ കുന്നിൻ്റെ അടുത്തുള്ള നീലപ്പഴം തിന്നല്ലേ? വിരളിൽ എണ്ണാവുന്ന ദിവസമേ ജീവിക്കൂ. നീലപ്പഴം തിന്നല്ലേ? വിരളിൽ എണ്ണാവുന്ന. ചേട്ടാ, നമ്മളെന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നേ? മരത്തിനടുത്ത് എഴുതി വെച്ചാൽ പോരെ, അതാ എളുപ്പം. അങ്ങനെ ഷേരു മരത്തിനടുത്ത് തന്നെ ഈ അറിയിപ്പ് എഴുതി വെച്ചു. ഈ മരത്തിലെ നീലപ്പഴം തിന്നരുത്. തിന്നാൽ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ജീവിക്കൂ എന്ന് മൂങ്ങ വൈദ്യർ അറിയിക്കുന്നു. കുറച്ചു നേരം താനോട് നിന്നോ. ആരെങ്കിലും ഇത് വായിച്ച് സംശയം ചോദിച്ചാൽ പറയണം. സൂത്ര, വൈദ്യരുടെ അടുത്തേക്ക് അയ്യോ നീലപ്പഴം തിന്നു. അയ്യോ, വയറ് വായിക്കുന്നേ. ഇത്രയും മുന്നറിയിപ്പ് കൊടുത്തിട്ടും പഴം തിന്നോ? ഷേർ ചേട്ടൻ പറഞ്ഞിട്ടാ തിന്നത്. താൻ പറഞ്ഞോ? അത് സൂത്ര, വിരലിൽ ഉണ്ടാകുന്ന ദിവസം ജീവിക്കുമെന്നല്ലേ പറഞ്ഞത്. വിരലില്ലാത്തവർക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. എൻ്റെ മോനെ ഉരുട്ടി കളിക്കാൻ കൊണ്ടുവന്ന കല്ലാണോ അത്? അതെ ചേട്ടാ. ഇത്രയും വലിയ കല്ല് എങ്ങനെയാണോ മോനുരുട്ടി കളിക്കുന്ന? കഴുതേ, പോയി ചെറിയ കല്ല് കൊണ്ട് വാടോ. അയ്യോ, എറിഞ്ഞപ്പോൾ കല്ല് പൊട്ടിയിട്ടുണ്ട് സൂത്ര. അതിന് പൊട്ടിയപ്പോൾ കല്ല് ചെറുതായില്ലേ? ചെറിയ കല്ലല്ലേ അങ്ങേർക്ക് വേണ്ടത്. തലയുടെ പിരിയിളകി നിൽക്കുമ്പോഴാണ് തൻ്റെ കല്ല് പൊട്ടിക്കല്. മതി, ഇത് പരമാവധിയായി, ഇനി സഹിക്കാൻ പറ്റില്ല. ഏത്? ആ മണ്ടൻ സിംഹത്തിന് ഇടി. ഞാൻ അവനെ കൊല്ലും. അത്രയും വേണോ? വേണം. അവനെ ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലും. താവാ. ഞാനും അറിയണോ? വെറും വേറല്ല, ഒളിച്ചിരുന്ന ആക്രമണം. എല്ലാം ഞാൻ പറഞ്ഞുതരാം. തൂണിൽ കല്ല്, കല്ലിൽ കെട്ടിയ വള്ളി മരത്തിൽ, എല്ലാം ഓക്കെ. ഐഡിയ മനസ്സിലായാലേ സൂത്ര? അതുവഴി കടിയൻ വരും. ആ തക്കത്തിന് താൻ ഒളിച്ചിരുന്ന് വള്ളി വലിച്ച് തൂണ് മറിക്കണം. അതോടെ കല്ല് കടിയൻ്റെ തലയിൽ ഡിം. അയ്യടാ, ഞാൻ പോയി കടിയൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. വരുന്നുണ്ട്, വലിച്ചു വലിച്ചു. എന്താണോ അത്? അത് ഏത് വഴിക്കും അങ്ങനെ വരാമല്ലോ, അതുകൊണ്ട് 4 ഭാഗത്തും വള്ളി കെട്ടിയതാ. അത് കണ്ടോ? നമ്മുടെ കടിയൻ സിംഹമല്ലേ അത്? മൂപ്പർക്കെന്താ പൊത്തിനകത്ത് പരിപാടി? നോക്കടേ, കടിയൻ്റെ മുടിയൊക്കെ പോയി. ഇതാര് പെട്ടിച്ചു? വാ നോക്കാം. ഓയ്, അകത്താളുണ്ടോ? ആരാ? എന്താ കാര്യം? എന്താ മീഴ്ചയിക്കുന്നത്? കാര്യം പറഞ്ഞിട്ട് പോടോ. സംശയിക്കാനില്ല, ഇവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബലമായ സംശയം കടിയൻ്റെ മുടി ഇവൻ കടിച്ചതാണെന്നാ. കടിയൻ ഇവനെ പേടിയായിരിക്കും, അതാ മിണ്ടാതെ പോയത്. അങ്ങനെയാണെങ്കിൽ കടിയന് സോപ്പിടാൻ പറ്റിയതക്കമാ. ഡേയ്, നീയാണോ കടിയൻ്റെ മുടി കടിച്ചു പറിച്ചത്? ആണെങ്കിൽ താഴെ എന്ത് ചെയ്യും? അമ്പടാ, അതിനാ കാണിച്ചു തരാം. കടിയൻ ചേട്ടൻ്റെ കടിച്ച ഈ പല്ല് ഞാൻ വെച്ചേക്കില്ല. അയ്യാ ചേട്ടാ, കടിയൻ ചേട്ടാ എടുത്തു. ചേട്ടനെ മുടി കരണ്ട ഇവൻ്റെ പല്ല് ഞങ്ങളെങ്കിൽ എടുത്തു. കുരുത്തും കെട്ടവനെ, ഇനി ഞാൻ മുടി വെട്ടാ എവിടെ പോകണ ദ്രോഹി. ശരി, വേഗം സ്പീഡ് കൊണ്ടിട്ട് ചാട്. കഴുത്തിപ്പിടി, ഇടി, നെക്ക് മാത്രം. അങ്ങനെ അമ്പടാ. അയ്യോ, ആരോ വരുന്നുണ്ട്. വേഗം അതിനെ ഒളിപ്പിച്ചോ. പാറയുടെ പിന്നെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചെങ്ങാതിയാണ് വരുന്നത്. ശരി, തന്നൊരു സഹായം ചെയ്യണം. ആ മാന്യ തട്ടിയത് ഞാനാണെന്ന് എൻ്റെ ചങ്ങാതിയോടൊന്ന് പറയണം. അതിന് ഞാനല്ലേ മാന്യ തട്ടിയത്. താൻ മാന്യ തട്ടിയിട്ടില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. ഞാൻ തട്ടി. അങ്ങനെ പറയല്ലേ. ശരി, ഒരു 10 മുയലിനെ പിടിച്ചു തരാം. ഒരു കാര്യം ചെയ്യും, താനൊന്നും പറയണ്ട. ഇവിടെ നിന്ന് മാറി നിന്നാൽ മാത്രം മതി. വേഗം അങ്ങോട്ട് മാറിയിരുന്നാ അവരേക്ക് എത്തി. ആരിത്? കാലം കുറേ ആയല്ലോ കൊണ്ടിട്ട്. താനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഞാനേ ഒരു മാന്യ തട്ടിയതേ ഉള്ളൂ. ഇതാ അപ്പുറത്ത് നടപ്പുണ്ട്. ആ ഷേവിനെ കൊണ്ട് ഒരു കാര്യം. സൂത്ര, ഞാൻ ആ മാനിനെ തട്ടിയിട്ടില്ല. അതെനിക്കറിയില്ല, ഞാനല്ലേ തട്ടിയത്. അതല്ല സൂത്ര, മാൻ ചത്തിലായിരുന്നു. ആ ദ്രോഹി ഓടിപ്പോയിട്ട് 5 മിനിറ്റായി. പ്രിയപ്പെട്ട കാട്ടുമൃഗങ്ങളെ, പക്ഷികളെ, പാമ്പുകളെ, പുഴുക്കളെ, പാട്ടുകളെ, നമ്മുടെ കാട്ടിലെ ഏറ്റവും സൂത്രക്കാരനായ കുറുക്കനാണല്ലോ സൂത്രൻ. വളർന്നു വരുന്ന കാട്ടുജന്തുക്കൾക്ക് വേണ്ടി സൂത്രൻ തന്റെ തട്ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നു. നാളെയും സൂത്രന്റെ തട്ടിപ്പ് ക്ലാസ്. മണ്ടന്മാരായ എല്ലാ കാട്ടുജന്തുക്കൾക്കും സുവർണാവസരം. പരിപാടി പൊളിയും. ഒരൊറ്റ എണ്ണത്തിന് താല്പര്യമില്ല സൂത്ര. നാണക്കേടാവൂ. തൻ്റെ പ്രസംഗത്തിൻ്റെ കുഴപ്പമാണ്. ഇനി പ്രസംഗം വേണ്ട. താൻ ഓരോരുത്തരെ നേരിട്ട് കണ്ട് ക്ഷണിക്കും. ഒരു 100 ആളെങ്കിലും വന്നില്ലെങ്കിൽ തൻ്റെ വാല ഞാൻ മുറിക്കും. അയ്യാ. ചെന്നായി ചേട്ടാ, പൊടേ. ആനച്ചേട്ടൻ, വേറെ പണിയുണ്ട്. മുള്ളമ്പന്നി, കാക്കേട്ട, പോടോ. 100 പേരെ പോയിട്ട് 5 പേരെ പോലും കിട്ടിയില്ല. എൻ്റെ വാല്. ഐഡിയ. സൂത്ര, എണ്ണാമൊക്കെ എണ്ണിക്കോ. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നാൻ എന്താ? ഒറ്റയേറെ 1000 പേരാ വരുന്നത്. 1000 കടന്നലുകൾ. അതാരാ വരുന്നത്? എൻ്റെ കാട്ടുമുത്തപ്പ, അതവനാ കരുതാക്കൻ. എന്തൊരു വെയിലല്ലേ ചേട്ടന്മാരെ. ശരി, സ്ഥലം വിട്. കടിയൻ ചേട്ട ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുക, അല്ലെങ്കിൽ വെയിലത്ത് സട കരിയും.
കരിഞ്ഞു, സട കരിഞ്ഞു. അയ്യോ, അവൻ പറഞ്ഞതുപോലെ വലിച്ചു. മുഴുവൻ വലിച്ചില്ല സൂത്ര, ആ സട കുറച്ചുകൂടി ബാക്കിയുണ്ട്. പിടിയിടോ അവനോ. അവൻ പോയി ചേട്ടാ, നമുക്ക് ആ വൈദ്യുതി പോയി കാണാം. ഞാൻ കൊണ്ടുപോകാം സൂത്ര. വേണ്ട വേണ്ട, ഞാൻ തന്നെ പോകാം, തന്നെ കൊണ്ടൊന്നും പറ്റില്ല. വെയിൽ കൊള്ളണ്ട, ഈ ഇല തലയ്ക്ക് മീതെ പിടിക്കാം. ഞാൻ പിടിക്കുന്ന സൂത്ര. ഓ വേണ്ട, തന്നെ കൊണ്ട് പറ്റില്ല. കടീന് സൂപ്പട് പറ്റിയതൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? താനൊന്നും ചെയ്യണ്ട, കടിയും ചേട്ടൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? വഴിയുണ്ട്. സൂത്ര, വൈദ്യുതി കേട്ടോ കണ്ടു, മരുന്ന് കിട്ടി. താനെന്താ ഇവിടെ? ഇതിനൊക്കെ കാരണക്കാരനായ ഈ ദ്രോഹി ഞാനീ കൊണ്ടുവന്നു. എന്തിന്? ഇവനുള്ള ശിക്ഷ കടിയും ചേട്ടൻ തന്നെ തീരുമാനിക്കണം. അമ്പടാ, ആരെങ്കിലും കണ്ടാൽ ഉടനെ ഇവൻ സംസാരിച്ച് കുഴപ്പമുണ്ടാക്കും. ആരെങ്കിലും ഇവനെ അങ്ങോട്ട് കണ്ടാൽ ഇവൻ സംസാരിച്ച് കുളമാക്കും. മുള്ളു പഴത്തിൽ വീണാലും പഴം മുള്ളിൽ വീണാലും കുഴപ്പം പഴത്തിനല്ലേ. പറഞ്ഞ തെറ്റിപ്പോയി. മുള്ളി ഇലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും ഇലയ്ക്കാ കേടെന്ന് പറ. അയ്യോ അയ്യോ, മുള്ളി ഇലയിൽ വീണു. എന്തു പറ്റി മക്കളെ? നിരാശയുടെ പടുകുഴിയിലാണെന്ന് തോന്നുന്നു. ആരാ മനസ്സിലായില്ല? ജീവിതത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് വിഷമിക്കുന്ന ഒരു പാവമാണ് ഞാൻ. എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ ഏത് ദുഃഖത്തിൻ്റെ പടുകുഴിയിലാണെന്ന് പറയൂ. ഏതോ കുഴിയിൽ വീണ് വട്ട് പിടിച്ചതാവും. എന്നെപ്പറ്റിയുള്ള സംശയത്തിൻ്റെ പടുകുഴിയിലാണല്ലേ? നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പടുകുഴി കാട്ടിത്തരൂ, ഞാനിത് പരിഹരിച്ചു തരാം. ഞങ്ങളുടെ പ്രശ്നം പോട്ടെ, ആദ്യം ഒരു സംശയം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഈ പടുകുഴി എന്ന് എന്തിനാ എപ്പോഴും പറയുന്നത്? അതിൻ്റെ ഒരു ശീലമായി പോയി. ഞാൻ ഈ ശീലത്തിൻ്റെ പടുകുഴിയിൽ വീണു. പിന്നെയും പടുകുഴി. വേഗം സങ്കടം പറയൂ, എനിക്ക് പരിഹരിക്കണം. ചേട്ടാ, ആദ്യം ചേട്ടൻ ആരെങ്കിലും രക്ഷിച്ച് കാണിക്കും, അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രശ്നം പറയാം. അതാ ഒരുത്ത വരുന്നുണ്ട്. നിൽക്കൂ, കണ്ടാലേ അറിയാം നീ വിശപ്പിൻ്റെ പടുകുഴിയിലാണെന്ന്. താനാരാ? ഞാൻ സങ്കടം കൊണ്ട് പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാം, എനിക്ക് വരെ പണിയുണ്ട്. നിൽക്കൂ, എൻ്റെ വാക്കുകളെ അവഗണനയുടെ പടുകുഴിയിൽ തള്ളരുത്. ഇങ്ങനെയൊക്കെ എന്താ കുഴി ഉണ്ടാക്കലാണോ ജോലി? ഒന്ന് പോടോ. പറയുന്നത് കേൾക്കൂ, ഇങ്ങനെ പോയാൽ വിധിയുടെ പടുകുഴിയിൽ നീ വീഴും. നിന്റെ പാതയിൽ ചതിയുടെ പടുകുഴികളുണ്ട്, എനിക്കറിയാം. ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? അയ്യാ! അവസാനം പറഞ്ഞത് ഈ പടുകുഴിയെ പറ്റിയായിരുന്നു.